കേരളത്തിലെ ഹൈന്ദവ ആരാധനാലയങ്ങളുടെ പവിത്രതയും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്നതിനായി യു.ഡി.എഫ് സർക്കാരും ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരനും ചേർന്ന് നടപ്പിലാക്കുന്ന വിപ്ലവകരമായ പരിഷ്കാരം ഏറെ സ്വാഗതാർഹവും കാലോചിതവുമാണ്. ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തരോട് ചില ജീവനക്കാർ മോശമായി പെരുമാറുന്നു എന്ന പരാതിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും വലിയ മനോവിഷമങ്ങളോടെയും പ്രാർത്ഥനകളോടെയും ക്ഷേത്രമുറ്റത്തെത്തുന്ന സാധാരണക്കാരായ ഭക്തർക്ക് നേരെ ചില ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ദേഷ്യവും അനാദരവും നിറഞ്ഞ പെരുമാറ്റം ക്ഷേത്രാന്തരീക്ഷത്തിന്റെ വിശുദ്ധിക്ക് തന്നെ കോട്ടമുണ്ടാക്കുന്നതായിരുന്നു. കാലങ്ങളായി പരിഹാരമില്ലാതെ തുടർന്ന ഈ ഗുരുതരമായ പ്രശ്നത്തിനാണിപ്പോൾ മന്ത്രി കെ മുരളീധരന്റെ ശക്തമായ ഇടപെടലിലൂടെ ശാശ്വതമായ പരിഹാരം കാണാൻ ഒരുങ്ങുന്നത്. ഭക്തരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ ഇത്തരമൊരു അടിയന്തര തിരുത്തൽ നടപടിക്ക് തുടക്കമിട്ട ദേവസ്വം വകുപ്പിന്റെയും യു.ഡി.എഫ് സർക്കാരിന്റെയും ആർജവം അഭിനന്ദനാർഹമാണ്. ഭക്തർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ചുള്ള പരാതികൾ നേരിട്ട് ബോധ്യപ്പെട്ട ഉടൻ തന്നെ മന്ത്രി കെ മുരളീധരൻ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയായിരുന്നു. കേവലം ഒരു താൽക്കാലിക ശാസനയിൽ ഒതുക്കാതെ പ്രശ്നത്തിന്റെ വേരറുക്കാൻ പ്രൊഫഷണൽ രീതിയുള്ള പരിശീലന പദ്ധതിയാണ് അദ്ദേഹം വിഭാവന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡുകളുടെയും ഉന്നതതല യോഗം വിളിപ്പിച്ചു ചേർക്കാൻ ദേവസ്വം വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡുകളിലെ ജീവനക്കാരെ ഒരേപോലെ ഈ നവീകരണ പ്രക്രിയയുടെ ഭാഗമാക്കുക വഴി സംസ്ഥാനത്തെമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ ഒരേ നിലവാരത്തിലുള്ള പെരുമാറ്റച്ചട്ടവും ഭക്തജന സൗഹൃദ അന്തരീക്ഷവും ഉറപ്പാക്കാൻ സാധിക്കും. ജനങ്ങളുടെ പരാതികൾക്ക് കാതോർക്കുകയും അതിന് പ്രായോഗികമായ പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ജനകീയ സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് ഈ തീരുമാനത്തിലൂടെ പ്രകടമാകുന്നത്. ക്ഷേത്രങ്ങളുടെ ആത്മീയമായ ശുദ്ധിയും ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയും നിലനിർത്താൻ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രൊഫഷണൽ സമീപനം അനിവാര്യമാണെന്ന് ദേവസ്വം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനായി കേവലം ഒരു പെരുമാറ്റ പരിശീലനം മാത്രമല്ല മന്ത്രി കെ മുരളീധരൻ മുന്നോട്ട് വെക്കുന്നത്. ക്ഷേത്രാചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പാണ്ഡിത്യമുള്ള ജ്ഞാനികളുടെയും തന്ത്രിമാരുടെയും ഒരു പ്രത്യേക സമിതിയെ ഇതിനായി നിയോഗിക്കും. ഈ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിലാണ് ജീവനക്കാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകുക. സമീപകാലത്തായി ദേവസ്വം ബോർഡുകളിൽ ജോലിയിൽ പ്രവേശിച്ച ചില പുതിയ ജീവനക്കാർക്ക് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെക്കുറിച്ചോ വഴിപാടുകളെക്കുറിച്ചോ കൃത്യമായ ധാരണയില്ല എന്ന കാര്യവും ഭക്തർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ തനിമയും ആചാര മര്യാദകളുമുണ്ട്. ഇതറിയാതെ ജീവനക്കാർ പെരുമാറുമ്പോൾ അത് ഭക്തരുടെ വികാരങ്ങളെ മുറിപ്പെടുത്താൻ ഇടയാക്കും. ഈ കുറവ് പരിഹരിക്കാൻ ഓരോ ക്ഷേത്രത്തിലെയും പ്രത്യേക അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ജീവനക്കാരെ ബോധവാന്മാരാക്കുന്ന വിപുലമായ പഠന ക്ലാസുകൾ പരിശീലന പദ്ധതിയുടെ ഭാഗമായി ഈ സമിതി നടപ്പിലാക്കും. ഭക്തരെ കേവലം സന്ദർശകരായി കാണാതെ അവർക്ക് കൃത്യമായ വഴികാട്ടിയാകാൻ ജീവനക്കാരെ പ്രാപ്തരാക്കുക എന്നതാണ് യു.ഡി.എഫ് സർക്കാരിന്റെ ലക്ഷ്യം. ക്ഷേത്രങ്ങളിലെത്തുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടുത്തെ പ്രധാന പൂജകൾ, വഴിപാടുകൾ, അവയുടെ സമയക്രമം എന്നിവയെക്കുറിച്ചെല്ലാം സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും തിരക്ക് മൂലമോ കൃത്യമായ വിവരങ്ങളുടെ ലഭ്യതക്കുറവ് മൂലമോ ഭക്തർ വലയുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരമായി ക്ഷേത്രങ്ങളിലെത്തുന്നവർക്ക് വഴിപാടുകളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും വളരെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമായി പ്രത്യേക ജീവനക്കാരെ നിയോഗിക്കാൻ ദേവസ്വം വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പുതിയ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്നതിന് ആവശ്യമായ പ്രായോഗിക പരിശീലനവും ജീവനക്കാർക്ക് നൽകുന്ന കോഴ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തകേന്ദ്രീകൃതമായ ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ ദേവസ്വം വകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നടപ്പിലാക്കാൻ പോകുന്നത്. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിനായി യു.ഡി.എഫ് സർക്കാർ കാണിക്കുന്ന പ്രതിബദ്ധതയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ നീക്കം. വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് സമാധാനപരമായി പ്രാർത്ഥിക്കാനും മന്ത്രി കെ മുരളീധരൻ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണ്. ജീവനക്കാരിൽ മികച്ച അച്ചടക്കവും വിനയവും വളർത്തിയെടുക്കുന്നതിലൂടെ ക്ഷേത്രങ്ങളുടെ അന്തസ്സ് വർദ്ധിക്കുക മാത്രമല്ല ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസമ്മതവുമായി മാറുകയും ചെയ്യും.